അസ്സലാമു അലൈക്കും. പുണ്യമക്കാനം നിരന്ന് ശിർക്കു നിറഞ്ഞൊരു കാലതെന്ന് മുഹമ്മദ് എന്ന ദൂതരെന്ന് പിറന്നു വന്നല്ലോ സത്യ എന്ന ദീന വന്നു ശിർക്ക് അന്ന് തകർന്നു വീണു ലാതോസാബലയെല്ലാം പൊളിഞ്ഞു വീണല്ലോ ഏറ്റവും ബഹുമാനം മാതൃകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഈ മഹത്തായ വേദിയിൽ ഇറാഖിയുടെ പണം അബൂജഹലിന്റെ ദുഃഖം എന്ന ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. മക്ക എന്ന നാട്ടിലേക്ക് സത്യം തൗഹീദിനെ ആദ്യം കൊണ്ടുവന്നവർ അബ്ദുള്ള ആമിയുടെ പുത്രനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആകാരത്തിൽ പലയും വ്യഭിചാരങ്ങളും അനാചാരവും നിറഞ്ഞ നാടായിരുന്നു മക്ക. ആഴ്ചയിൽ ഒരിക്കൽ എല്ലാവരും കൂടാൻ അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു ചന്ത നടന്നുകൊണ്ടിരുന്നു. ആ ചന്തയിലേക്ക് എല്ലാവരും സാധനങ്ങൾ കൊണ്ടുവരുന്നവരായിരുന്നു. അവിടത്തേക്ക് എല്ലാവരും എത്തുമായിരുന്നു. അവിടെ ഇസ്ലാമിക് കൃത്യങ്ങൾ നടക്കും. ഒരു ദിവസം ശിർക്കിന്റെ മന്ത്രം ഇതാ വരുന്ന് പിന്നീലെ പട്ടാളക്കാർ കൂടെ വരുന്ന് മക്കായിലെ ചന്തകളെ നോക്കി നിൽക്കുന്ന് കാണുന്ന സാധനങ്ങൾ വാങ്ങിപ്പോകുന്ന് ആരായിരിക്കും ഇത്? മറ്റാരുമല്ല, മക്കാരിവാക്കളെ പീഡിപ്പിച്ച് മർദ്ദിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ പരമ ശത്രു അബൂജഹലാണ്. ആങ്ങൾ വിൽക്കാൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പക്ഷേ പണം കൊടുക്കില്ല. അങ്ങനെ ഒരു ദിവസം അതാ ഈരാത്ത് എന്ന സ്വാബി ചന്തയിൽ വന്നല്ലോ. വീട്ടിലുണ്ടായൊരു ഒട്ടകം വിൽക്കാനുണ്ടല്ലോ. ദാം വിശപ്പു തീർക്കാൻ വേണം പണമല്ലോ. വില കൂട്ടി കിട്ടിയാൽ ഒട്ടകം വിൽക്കാനുണ്ടല്ലോ. വില കൂട്ടി കിട്ടിയാൽ ഒട്ടകം വിൽക്കാനുണ്ടല്ലോ. സമയം ക്ഷാമകാലമായിരുന്നു. ക്ഷാമം വിശപ്പ് നിറഞ്ഞ സമയമായിരുന്നു. ഗ്രാമീണ പ്രദേശത്തിനായ ഒരു സഹാബി വീട്ടിലുണ്ടായ 8 ഒട്ടകം ഒന്ന് വിറ്റ് കുറെ സമയം ജീവനം വിളിച്ചു. പിന്നെ ഉണ്ടായ മറ്റൊരു ഒട്ടകം വിൽക്കാൻ ചന്തയിൽ കൊണ്ടുവന്നു. വില കൂടി കിട്ടിയാൽ ഭാര്യ മക്കളെ വിശപ്പുതാം തീർക്കാമല്ലോ എന്നായിരുന്നു ഇറാഖി സഹാബിയുടെ ഭാവന. ആ ഒട്ടകം വാങ്ങിയവർ ആര്? അദ്ദേഹം എന്ത് ചെയ്തു? ചന്തയിൽ വന്നുള്ള അബൂജഹൽ കണ്ടല്ലോ നല്ലൊരു ഒട്ടകം. ഉടമസ്ഥനെ കണ്ടല്ലോ. പട്ടാളക്കാരെ കൊണ്ടുവാചെന്നപ്പോൾ വീട്ടിൽ വന്ന് പാണം വാങ്ങാൻ ചെന്നപ്പോൾ അബൂജഹലിന്റെ പട്ടാളക്കാർ ഇറാഖിയോട് ചോദിച്ചു, ഇതിന്റെ വില എത്ര? മക്കയിലുള്ള വില ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയും? നിങ്ങൾ നേരത്തു പോകൂ, അദ്ദേഹം ദിനം തരും പറഞ്ഞു. പട്ടാളക്കാർ പറഞ്ഞു, നാളെ രാവിലെ അകമിന്റെ വീട്ടിലെ വാ എന്നായിരുന്നു. അങ്ങനെ രാത്രിയിൽ മറു ദിവസം പോയി രാജന്ന് അബൂജഹലിന്റെ വീട്ടിൽ ചെന്ന് ഒട്ടകം വിട്ട പണം വിൽക്കാനുള്ളിൽ ചെന്ന് രാജൻ. പട്ടാളക്കാരുള്ളിൽ കടക്കാൻ ഇറാഖിയെ വിട്ടില്ല. ഇറാഖി 3 പ്രാവശ്യം അബൂജഹലിന്റെ വീട്ടിൽ ചെന്നു. പട്ടാളക്കാർ ഗേറ്റിൽ വിട്ടില്ല. ഞാൻ മക്കയിലെ ഗ്രാമീണ പ്രദേശക്കാരനാണ്. എന്റെ ഒട്ടകയുടെ പണം നിങ്ങളുടെ നേതാവ് തരാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നേതാവിന് സമ്മതമില്ലാതെ ഞങ്ങൾ ഒരാളെ ഉള്ളിൽ കിടക്കാൻ വിടുന്നില്ല എന്നായിരുന്നു കാവലുകളുടെ മറുപടി. ഇത് നോക്കി നിൽക്കുന്ന അബൂജഹലിന്റെ മിത്രമാനായ ഉത്തുബത്ത് ഇറാഖിയെ വിളിച്ച് സംഭവം ചോദിച്ചു. ഉത്തുബത്ത് പറഞ്ഞു, നിങ്ങളുടെ പണം നേതാവ് തരണമെങ്കിൽ ആര് വന്നാൽ തരികയില്ല. മക്കയിലെ മുസ്ലിങ്ങളുടെ നേതാവ് മുഹമ്മദ് വന്നാൽ മാത്രമേ അബൂലക്കം പണം തരും. നിങ്ങൾ കൂട്ടിക്കൊണ്ടുവാ എന്നായിരുന്നു രണ്ടാളും പറഞ്ഞത്. അബൂജഹലിന്റെ എല്ലാ ദിവസം പറയുന്ന മന്ത്രം ഇതായിരുന്നു, മുഹമ്മദ് ഒരുത്തൻ കിട്ടിയാൽ ഞാൻ കൊല്ലും എന്ന്. അതിന് ഇവർ ചെയ്ത പണിയാണ്. പിന്നെ ഉണ്ടായത് എന്താണ്?
ആഴ്ചയിലെ ഔറത്തിലൂരില്ലായി വെള്ളം പോലത്തിലെ മതങ്ങളെ സംഭവങ്ങളെല്ലാം പറഞ്ഞു അറുപത്തിന്റെ കടലായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ കുട്ടികയും അദ്ദേഹത്തെ സമാധാനിക്കുകയും ചെയ്തു. പിന്നീട് ഒരു അല്പം ദിർഹം കയ്യിൽ കൊടുത്തു. പറഞ്ഞു ഇത് കൊണ്ട് വീട്ടിലെ ഭാര്യ മക്കളെ വിശ്വസിച്ചു വരൂ, നമ്മൾ പോകാം. നടന്നിടുന്നേ നേരിൽ ഒരുവൻ രഹസ്യമായി നേരിൽ കാണുവാൻ തുണയുമായി അവർ ചേരിക്കും പൊട്ടിച്ചേരിക്കും റസൂലുള്ളാഹിയെ കണ്ടതിരക്കും അബൂജഹലും വീട്ടിലെത്തും എവിടെയാണെന്ന് അവർ ചോദിക്കും. ഇവിടങ്ങൾ നിരാശ വേണ്ടവേ മക്ക മരുഭൂമിയിലെ മലച്ചരികളെ കൂടി നട്ടുച്ച സമയത്ത് അബുലഹബിന്റെ അഥവാ അബൂജഹലിന്റെ വീട്ടിലെത്തി. എന്നിട്ട് ചോദിച്ചു എവിടെയാണ് അബുലഹബ്? ഉള്ളിലുണ്ടായ ഭാര്യ പുറത്തു വന്ന് നോക്കി ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ എന്നും കാത്തു നിൽക്കുന്നു മക്ക മുഹമ്മദ് വന്ന് നിങ്ങളെ വിളിക്കുന്നു. തീക്കാട്ട ജാഹില് ഊരി വാളുമായി പുറത്തു വന്നു. ഇദ്ദേഹത്തെ നിങ്ങൾ അറിയുമോ? ചന്തയിൽ വാങ്ങിയതിന് പണം കൊടുത്തോ? ഇല്ല മുഹമ്മദേ, അത് ചോദിക്കാനായി ഞങ്ങൾ വന്നത്, വേഗം പണം കൊടുത്തു എന്ന് നബി പറഞ്ഞപ്പോൾ പണമുണ്ട് ഈ മക്കാനാടിയിലുള്ള വസ്തുക്കൾ എന്റേതാ, വേണ്ടത് എന്തും